ദിനംതോറും നമ്മുടെ മജ്‌ലിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. വിഷമങ്ങളാലും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്നവരാണ് എന്നെ സമീപിക്കുന്നവരും എൻ്റെ മജ്‌ലിസിലേക്ക് വിളിക്കുന്നവരും. എല്ലാ വിഷമങ്ങളും തീരാൻ, പ്രയാസങ്ങളും തീരാൻ, എല്ലാ സങ്കടങ്ങളും ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയുന്നത്. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക, നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിഷമത്തിന്റെ തോതനുസരിച്ച് ദിക്റിന്റെ എണ്ണം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഏത് വിഷമഘട്ടങ്ങളിലും അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക. അള്ളാഹുവിലേക്ക് ഏറ്റവും മഹത്വമേറിയ ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓരോ വിഷമങ്ങൾക്കും, ഓരോ പ്രയാസങ്ങൾക്കും, ഓരോ ബുദ്ധിമുട്ടുകൾക്കും നമ്മൾ മജ്‌ലിസിലൂടെ ഓരോ ദിക്റുകൾ പറയുമ്പോൾ ആ ദിക്റുകളെല്ലാം നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഏത് വലിയ പ്രയാസങ്ങളാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അതിലെല്ലാം നമുക്ക് വിജയിക്കാൻ സാധിക്കണം. നമ്മൾ ചൊല്ലേണ്ട ദിക്റ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. ഈ ദിക്റിനെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക. ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണോ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സലാമത്താകണമെന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ ദിക്റ് നമ്മൾ ഒരുപാട് അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ വിഷമത്തിനെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു ആ വിഷമം നമുക്ക് മാറ്റിത്തരും. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരും. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ച് കാണിക്കണം. ഇരുലോകത്തും ഉപകാരപ്പെടുന്ന അമലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നേരിടുന്ന വലിയ വലിയ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം കണ്ണേറ് തന്നെയാണ്. കണ്ണേറ് ബാത്തിലാകാനുള്ള ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായി നമ്മൾ എഴുതി രേഖപ്പെടുത്തി തരുന്നതാണ്. ഈ ഇസ്മുകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ണേറ് നമ്മെ ബാധിക്കുകയില്ല. പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളിൽ പഠിക്കാനുള്ള താല്പര്യം കുറയുക, സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന കുടുംബത്തിൽ പെട്ടെന്ന് സമാധാനം നഷ്ടപ്പെടുക, നല്ല നിലയിൽ വളർന്നുകൊണ്ടിരുന്ന ബിസിനസ് പെട്ടെന്ന് തകർച്ചയിലേക്ക് പോവുക, കച്ചവട സ്ഥാപനങ്ങളിൽ ബിസിനസ് നടക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കണ്ണേറ് കൊണ്ടുണ്ടാകുന്നതാണ്. അതെല്ലാം ബാത്തുലായി കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ നമ്മൾ സൂക്ഷിക്കുക. എല്ലാ കണ്ണേറുകളും ബാത്തുലായി കിട്ടും.